ഗോഡ് ക്രിയേറ്റ്സ് ഔട്ട് ഓഫ് നത്തിങ്. ശൂന്യതയിൽ നിന്നെല്ലാം ഒഴിവാക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. എക്സൽ മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ഹെബ്രായ പേരുകളാണ് പഠിക്കുന്നത്. എന്താ ഹെബ്രായ ഭാഷയിൽ ദൈവത്തിന് ഒത്തിരി പേരുകൾ, ദൈവത്തിൻ്റെ ആ മഹത്വം, ആ കീർത്തി ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ ചെറിയ ബുദ്ധിക്ക് ഒരു പരിമിതിയുണ്ട്. പക്ഷേ നമ്മൾ ഹെബ്രായ ഭാഷയിൽ ദൈവത്തെ വെളിപ്പെടുത്തിയേക്കുന്നത്, ദൈവത്തിൻ്റെ ആ ശക്തിയും ആ അധികാരവും ആ വിശുദ്ധിയും ഒക്കെ നമ്മൾ ആരുമായി പഠിക്കുമ്പോൾ ദൈവത്തോടൊരു ആരുമായി ബന്ധം ഉണ്ടാവും. അതുമാത്രമല്ല, ഈ ഹെബ്രായ ഭാഷയിൽ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അഭിഷേകം ഒന്നുകൂടെ സ്ട്രോങ് ആണ് ബാക്കി എല്ലാ ഭാഷയെക്കാളും. സങ്കീർത്തനം 8:1 നിന്റെ നാമം ഭൂമിയിൽ എത്ര ശേഷമാകുന്നു. ഇന്ന് നമ്മൾ ഇൻട്രോഡക്ടറി പേരാണ് പഠിക്കുന്നത്. ഉൽപ്പത്തി 1:1 നമുക്ക് കാണാം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി. ഇൻ ദ ബിഗിനിങ് ഗോഡ്. ഈ ഗോഡിൻ്റെ ഹെബ്രായ ഭാഷയാണ് എലോഹിം. എലോഹിം ഒരു റിച്ച് വേർഡാണ്. ദൈവം ആകാശം ഭൂമി ഒക്കെ സൃഷ്ടിക്കുകയും മുമ്പേ ദൈവം വസിച്ചു. ദൈവം അതിന് പുറത്താണ്. ദൈവമാണ് സമയത്തെ സ്ഥാപിച്ചത്. ദൈവം ഇതിന് മുമ്പേ ഉണ്ടായിരുന്നു. ദൈവം എല്ലാറ്റിനും മുമ്പേ ഉണ്ടായിരുന്നു. അതിന് എറ്റേണിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഈ എലോഹിം ദൈവം ഒരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ ദൈവം സംസാരിക്കുന്നു, ദൈവം കാണുന്നു, എല്ലാം നല്ലതെന്ന് കണ്ടു. അപ്പോൾ ദൈവം ഒരു വ്യക്തിയാണ്. പക്ഷേ ജെറമ്യാ 23:24 ഈ വായു ആകാശ ഭൂമി നിറഞ്ഞു നിൽക്കുന്ന പോലെ ദൈവം ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെങ്ങും ഒളിച്ചു പോകാൻ സാധിക്കത്തില്ല. യോബ് 12:7-9 വരെയും ദൈവം പറയുന്നുണ്ട്, ഈ കാണുന്ന സൃഷ്ടിയും ഈ ജീവ് ജന്തുവും ഒക്കെ നോക്ക്, ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ വലിയൊരു കരമാണ്. ദൈവമാണ് ഇതൊക്കെയും സൃഷ്ടിച്ചത്. നമ്മുടെ ഈ ദൈവമാണ് സമയം, മാറ്റർ, സ്പേസ്, സെലസ്ട്രിയൽ ബോഡീസ്, കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ ഒക്കെ സൃഷ്ടിച്ചത്. 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് എടുക്കും ദൂരെയാണ്. 44 ലക്ഷം വർഷം എടുക്കും ഇത് പോയി കണ്ടുവരാൻ. പക്ഷേ ദൈവം പറയും ഇതെല്ലാം ഉളവായി വന്നു. ഹി ക്രിയേറ്റഡ് ഇറ്റ് ബൈ ജസ്റ്റ് സ്പീക്കിംഗ് ഇറ്റ് ഇൻ ടു എക്സിസ്റ്റൻസ്. ദൈവം എലോഹിം വേർഡിന് ബഹുത്വമുണ്ട്. എന്നുവെച്ചാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി 1:26 ദൈവം പറയുന്നത്, ലെറ്റ് അസ് മേക്ക് മാൻ ഇൻ അവർ ഓൺ ഇമേജ്. അസ് എന്ന് വെച്ചാൽ 3 പേര് കൂടിയാണ്. പറയുമ്പോൾ ബഹുത്വമാണെങ്കിലും പ്രവർത്തിക്കുന്നത് ഐക്യതയാണ്. നമ്മൾ ഏക ദൈവത്തെയാണ് ആരാധിക്കുക, ട്രൈയൂൺ ഗോഡ്. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ഹെബ്രായ 11:3 ഈ കാണുന്ന ലോകമൊക്കെയും ദൈവം വായോണ്ട് കൽപ്പിക്കും, അതൊക്കെ സൃഷ്ടിയായി വന്നു. യേശു ക്രിസ്തു ദൈവത്തിന് പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനാണ്. ജീസസ് ആണ് ഇതിൻ്റെ എല്ലാം സെൻറ്റർ ആയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:2 ബാക്കി അധ്യായത്തിൽ തന്നെ എലോഹിം വേർഡ് 35ഓളം ഭാഷ നമുക്ക് കാണാം. ദൈവം ആദ്യം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നമ്മളുടെ ദൈവം സർവശക്തനാണ്, സർവവ്യാപി, സർവജ്ഞാനി, സർവത്തിനുടയോൺ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവം പറയുമ്പോൾ തന്നെ എല്ലാം ഉളവായി വരും. ഇത്ര വലിയൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ ഒത്തിരി വലുതായി കാണുന്നത്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് എലോഹിം എക്സ് നീലോ. ഈ എക്സ് നീലോ ഒരു ഗ്രീക്ക് പദമാണ്. ഗോഡ് ക്രിയേറ്റ്സ് ഔട്ട് ഓഫ് നത്തിങ്. ശൂന്യതയിൽ നിന്നെല്ലാം ഒഴിവാക്കുന്ന ദൈവം. ഉൽപ്പത്തി 1:2 ഭൂമി പാഴായം ശൂന്യമായിരുന്നു, ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു. എലോഹിമിൻ്റെ ആത്മാവ്. ഈ ഹെബ്രായ ഭാഷയിൽ പാരശൂന്യക്ക് തൊഹു ബഹു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഭൂമി എല്ലാം കൂടി വെള്ളവും എല്ലാം മാർഷ്, സ്വാമ്പ്, മീൻസ് ഇരുളിൻ്റെ അവസ്ഥയായിരുന്നു. പക്ഷെ ദൈവം വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ക്രമമായി മനോഹരമായി. ഇന്ന് നമ്മളെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചേക്കുന്നത്. നമ്മുടെ ജീവിതം ചിലപ്പോൾ ഇന്ന് തൊഹു ബഹു ആയിരിക്കും, കെയോസ് ആയിരിക്കും,
മെസ്സായിരിക്കും. പക്ഷെ നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മേൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതവും മനോഹരമായിരിക്കും. ഈ എലോഹിം ദൈവം നമ്മുടെ മെസ്സിനെ മിറാക്കിളാക്കും. ഈ വചനത്താൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.